നമസ്കാരം. ദലി മാട്രിമോണിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ക്രിസ്ത്യൻ യുവതികളുടെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. ആദ്യമായി പറയുന്നത് മെറിൻ 30 വയസ്സ്, എറണാകുളം ജില്ലയിൽ താമസിക്കുന്നു. ക്രിസ്ത്യൻ ജാക്കോബൈക്ക് യുവതിയാണ്, 162 സെൻറ്റിമീറ്റർ ഉയരം. ഡിവോഴ്സ്ഡ് ആണ്, കുട്ടികളില്ല. MSc ആണ് പഠിച്ചിരിക്കുന്നത്, പ്രൈവറ്റ് ജോലി. അച്ഛൻ റിട്ടയർഡ് ആണ്, അമ്മ ഹൗസ് വൈഫാണ്, ഒരു സഹോദരിയുണ്ട്, മാരീഡാണ്. ഇവർ ഫസ്റ്റ് മാരേജും സെക്കൻഡ് മാരേജും നോക്കുന്നുണ്ട്. എറണാകുളം ജില്ലയാണ് കൂടുതലായിട്ടും നോക്കുന്നത്. ഇവരുടെ മാട്രിമോണിയൽ ID T51A33 ആണ്. ഇവരെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. അടുത്തത് സാന്ദ്ര, എറണാകുളം ജില്ലയിൽ താമസിക്കുന്നു, 25 വയസ്സ്, ക്രിസ്ത്യൻ ജാക്കോബൈറ്റ് യുവതിയാണ്. +2 ഡിപ്ലോമയാണ് പഠിച്ചിരിക്കുന്നത്. അച്ഛനില്ല, അമ്മ ഹൗസ് വൈഫ്, ഒരു സഹോദരനുണ്ട്, വർക്ക് ചെയ്യുന്നു. ഇവർ എറണാകുളം ജില്ലയാണ് കൂടുതലായിട്ടും നോക്കുന്നത്. ഇവരുടെ മാട്രിമോണിയൽ ID T51 ആണ്. ഇവരെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. അടുത്തത് അനുമോൾ, 30 വയസ്സ്, കോട്ടയം ജില്ലയിൽ താമസിക്കുന്നു, 5'3" ഹൈറ്റ്, ക്രിസ്ത്യൻ RCSE യുവതിയാണ്. BCom MBA ആണ് പഠിച്ചിരിക്കുന്നത്, വർക്ക് ചെയ്യുന്നു. അച്ഛൻ എക്സ് ഗൾഫാണ്, അമ്മ ഹൗസ് വൈഫാണ്. ഇവരുടെ മാട്രിമോണിയൽ ID T51A26 ആണ്. ഇവരെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. അടുത്തത് ദീപ, എറണാകുളം ജില്ലയിൽ താമസിക്കുന്നു, 28 വയസ്സ്, ERC യുവതിയാണ്. 5'5" ഹൈറ്റാണ്, PG ആണ് പഠിച്ചിരിക്കുന്നത്, ഡിവോഴ്സാണ്, കുട്ടികളില്ല. അച്ഛനില്ല, അമ്മ അംഗൻവാടി ടീച്ചറാണ്, ഒരു സഹോദരനുണ്ട്, വർക്ക് ചെയ്യുന്നു. ഇവരടുത്ത ജില്ലകൾ കൂടുതലായിട്ട് നോക്കുന്നു. ഭാര്യ മരണപ്പെട്ട ആളാണെങ്കിൽ കുട്ടികളുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇവരുടെ മാട്രിമോണിയൽ ID T31159 ആണ്. ഇവരെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. അടുത്തത് അമല, എറണാകുളം ജില്ലയിൽ താമസിക്കുന്നു, 23 വയസ്സ്, ക്രിസ്ത്യൻ ജാക്കോബൈ യുവതിയാണ്. ഡിപ്ലോമയാണ് പഠിച്ചിരിക്കുന്നത്. അച്ഛന് കൂലിപ്പണിയാണ്, അമ്മ ഹൗസ് വൈഫാണ്, ഒരു സഹോദരനുണ്ട്. ഇവർ എറണാകുളം ജില്ല മാത്രമാണ് നോക്കുന്നത്. ഇവരുടെ മാട്രിമോണിയൽ ID T51804 ആണ്. ഇവരെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു.